ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അമ്മു എന്തോ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇത് കണ്ട് അനഘ വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രണ്ടുപേരും എന്താ സ്കൂളിൽ എന്തെങ്കിലും അടിവെല്ലാം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അവർ. സച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രണ്ടുപേരെ മുഖം വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് ഇന്ദു പറയുന്നു. ഗൗരി ആശുപത്രിയിലാണ് എന്ന് ഇന്ദു പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സച്ചി. ഗൗരിക്ക് എന്ത് പറ്റിയെന്ന് വളരെയധികം ടെൻഷനോടെ സച്ചി ചോദിക്കുമ്പോൾ അമ്മു പറയുന്നുണ്ട്, ഗൗരിക്ക് ഹാർട്ട് എന്തോ പ്രശ്നമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇന്ദു പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ അങ്ങനെ പറഞ്ഞോ എന്ന്. ഉടനെ അമ്മു പറയുന്നുണ്ട്, ഇന്നാളൊരു ദിവസം ഗൗരി സ്കൂളിൽ മയങ്ങി വീണിരുന്നു. അങ്ങനെ വീണ്ടും വയ്യാതായി. ഹാർട്ടിൽ എന്തോ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. കൂട്ടുകാരെല്ലാം നല്ല കരച്ചിലായിരുന്നോ എന്നും അമ്മു പറയുന്നുണ്ട്. ഗൗരിമോൾ ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയാമോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കറിയില്ല എന്ന് അമ്മു പറയുന്നു. മക്കൾ വിഷമിക്കേണ്ട, ഗൗരിക്കൊന്നും സംഭവിക്കില്ല. അച്ഛനിപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോകാമെന്ന് സച്ചി പറയുന്നു. ഏട്ടാ ചായ കുടിച്ചിട്ട് പോയി എന്ന് അനഘ പറയുമ്പോൾ, ചായ കുടിക്കാൻ നിന്നാൽ സമയം പോകും, ഞാൻ ആദ്യം ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ, മോൾക്ക് എന്താ പറ്റിയതെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ ഇപ്പോൾ പോവുകയാണ് സച്ചി. ശേഷം അവന്തികയാണ് കാണിക്കുന്നത്. അവന്തിക വക്കീലുമായി സംസാരിക്കുകയായിരുന്നു. അവന്തിക ഓരോന്നും ഇങ്ങനെ വക്കീലിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് വക്കീൽ പറയുന്നു, ഈ അഹങ്കാരം പാടില്ലെന്ന് പറയുമ്പോൾ ആ തള്ളയും മകളെയും തടങ്കലിൽ വെച്ചിരിക്കുന്നത് ഇല്ലീഗലാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. പക്ഷേ മേഡം അത് കേട്ടില്ല. ഇപ്പോൾ വളരെ തന്ത്രപൂർവ്വം ആ പെണ്ണ് നിങ്ങളെ ട്രാപ്പ് ചെയ്തു. നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഞാൻ ഇനിയൊരു സത്യം പറയാം, കാര്യങ്ങളുടെ പോക്ക് ഈ രീതിയിലാണെങ്കിൽ മേഡത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയൊരു തെറ്റായ നീക്കം പോലും അത് ശരിയാകില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വക്കീൽ. അപ്പോൾ മൂർത്തിയും സന്ദീപിനെയും ജാമ്യത്തിലിറക്കാൻ കഴിയില്ലെന്നാണോ വക്കീൽ പറഞ്ഞു വരുന്നത് എന്ന് അവന്തിക ചോദിക്കുന്നു. അതെനിക്ക് കഴിയും, പക്ഷേ ആ അന്വേഷണം നീണ്ടുവരാൻ പോകുന്നത് മേഡത്തിലേക്കായിരിക്കും എന്നും ഏതു വിധേനയും ആ രാജീവ് അവരെ ഇടിച്ചു പിഴിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള തെളിവുകൾ ഉണ്ടാക്കും എന്നൊക്കെ വക്കീൽ പറയുന്നു. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, എന്ത് തെളിവ് വേണമെങ്കിലും അവർ ഉണ്ടാക്കിക്കോട്ടെ, തൽക്കാലം വക്കീൽ പോയി അവരെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴി നോക്ക്. എത്ര പണം ചിലവാക്കേണ്ടി വന്നാലും സന്ദീപും മൂർത്തിയും ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കണം എന്നൊക്കെ അവന്തിക വക്കീലിനോട് പറയുന്നു. ഇതേ സമയം തന്നെ സച്ചി ഇപ്പോൾ വളരെ ടെൻഷനോടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. സച്ചി വന്നത് ഒരു ഞെട്ടലോടെയാണ് ഇപ്പോൾ അർച്ചന കാണുന്നത്. അർച്ചന, നമ്മുടെ മകൾ എവിടെ? അവൾക്ക് എന്താ പറ്റിയത്? എനിക്ക് അവളെ കാണണം എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഇപ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങൾ ആരെക്കുറിച്ച് ഈ സംസാരിക്കുന്നത്? ഞാൻ സമൃദ്ധയാണ് എന്ന് പറയുന്നുണ്ട്. അർച്ചന, നീയും നിൻ്റെ അഭിനയവും ഇങ്ങനെ തുടർന്നാൽ നീ എൻ്റെ ഭാര്യയാണെന്നും അകത്ത് കിടക്കുന്നത് നമ്മുടെ മോളാണെന്നും എല്ലാവരോടും ഞാൻ വിളിച്ച് പറയുമെന്ന് സച്ചി പറയുന്നുണ്ട്. എൻ്റെ മോൾ എവിടെ? എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ സച്ചി പറയുമ്പോൾ, ഇത് നമ്മുടെ മോളല്ല സച്ചി ഏട്ടാ, ഇത് ഗോകുലിൻ്റെയും ഇസബലയുടെ മകളാണ് എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അർച്ചന. ഗൗരിമോൾ എവിടെയാണെന്നാണ് ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ബഹളം വെക്കുന്നുണ്ട്. ഇത് കേട്ടിപ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഗൗരിമോൾ ICUവിലാണെന്ന്. അങ്ങനെ ഇപ്പോൾ സച്ചി അത് കേട്ട് അവിടേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ട് അർച്ചന ആകെ ടെൻഷൻ ആകുന്നുണ്ട്. ഗോകുൽ കണ്ടാൽ പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ രാജീവിനെ ഫോണിൽ വിളിക്കുകയാണ് അർച്ചന. ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വാ, ഒരു പ്രശ്നമുണ്ട്. സച്ചി ഏട്ടൻ മോളെ കാണാൻ വന്നിട്ടുണ്ട്, ICUവിൽ കയറിയിരിക്കുകയാണ്, പെട്ടെന്ന് വരാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് രാജീവിനെ. അങ്ങനെ ഇപ്പോൾ ഗൗരിയെ കണ്ടിരിക്കുകയാണ് സച്ചി ഇപ്പോൾ വളരെ സങ്കടത്തോടെ തന്നെ ഗൗരിയുടെ അടുത്തേക്ക് ഇരിക്കുന്നു. ഗൗരി ഇപ്പോൾ സച്ചിയെ കണ്ട് സച്ചിയങ്കിൾ എന്ന് വിളിക്കുന്നുണ്ട്. എൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് ഗൗരിക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് ഇപ്പോൾ സച്ചി. അങ്കിൾ എപ്പോഴാണ് വന്നത് എന്ന് ഗൗരി ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ വിവരം അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പൊന്നുമോളെ കാണാൻ ഓടി വരികയായിരുന്നു എന്ന് സച്ചി കരഞ്ഞുകൊണ്ട് പറയുന്നു. അങ്കിൾ എന്തിനാ കരയുന്നത്? എനിക്കൊരു കുഴപ്പവുമില്ല, ഉടനെ തന്നെ വീട്ടിൽ പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അമ്മുവും ഇന്ദും കൂടി ഇത് വന്ന് പറഞ്ഞപ്പോൾ അച്ഛനൊക്കെ പേടിച്ചു പോയി എന്ന് സച്ചി പറയുമ്പോൾ, ഇത് കേട്ട് ഗൗരി ചോദിക്കുന്നുണ്ട്, അച്ഛനോ? അങ്കിളല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതെ, അങ്കിളാകെ പേടിച്ചു പോയി. മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ സച്ചി ചോദിക്കുന്നു. നിങ്ങളെ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടത് ഇപ്പോൾ വിസിറ്റേഴ്സ് ടൈം അല്ലെന്ന് അറിഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ച് ഇപ്പോൾ ഡോക്ടർ വഴക്ക് പറയുന്നുണ്ട്. ഞാൻ മോളെ കാണാൻ അല്ല, എന്താണ് മോളുടെ അസുഖം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് സച്ചി. കുട്ടിയുടെ അസുഖം കുട്ടിയുടെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുന്നുണ്ട് സച്ചിയോട്. നിങ്ങൾ പുറത്തേക്ക് പോകണമെന്ന് ഡോക്ടർ പറയുമ്പോൾ, ഡോക്ടർ ഒരു 5 മിനിറ്റ് ഞാൻ ഒന്നെൻ്റെ മോളുടെ അരികിൽ ഇരുന്നോട്ടെ എന്നൊക്കെ സച്ചി ചോദിക്കുന്നു. പറഞ്ഞില്ല ഇപ്പോൾ വിസിറ്റേഴ്സ് സമയമല്ല എന്ന്, നിങ്ങൾ പുറത്തേക്ക് പോകണം എന്നൊക്കെ ഡോക്ടറും പറയുന്നു. മോള് പേടിക്കണ്ട, അങ്കിള് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് സച്ചി പോകുന്നുണ്ട്. എന്നിട്ട് പോകുമ്പോൾ തിരിഞ്ഞ് ഗൗരിയെ വളരെ സങ്കടത്തോടെ നോക്കുന്നുണ്ട്. പുറത്ത് അർച്ചനയും രാജീവും നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മോളെ കണ്ടു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, അവളെ എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും ഞാൻ ചികിത്സിക്കും എന്ന് സച്ചി പറയുന്നു. സച്ചി അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് രാജീവ് പറയുമ്പോൾ, ഞാനാണോ പ്രശ്നക്കാരൻ? എൻ്റെ ജീവിതം മുഴുവനും വലിയ പ്രശ്നമാക്കി തീർത്തത് നിങ്ങളല്ലേ, അതിനാരാ സമാധാനം പറയുന്നത്? നിങ്ങൾ പറയുമോ എന്നൊക്കെ രാജീവിനോട് സച്ചി ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചനയോട് സംസാരിക്കുകയാണ്
സച്ചി, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അർച്ചനയെ, നമ്മുടെ കുഞ്ഞിൻ്റെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. നിൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ ട്രീറ്റ്മെൻറ്റ് ഞാൻ നടത്തിക്കോളാം. ഇനി ആരുടെയും ഔദാര്യം അതിനാവശ്യമില്ല എന്നൊക്കെ സച്ചി പറയുന്നു. താനിങ്ങ് വന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, സച്ചി ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് രാജീവ് ഇപ്പോൾ സച്ചിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. സാറെന്താ എന്നോട് പറയാൻ പോകുന്നത്? കുറച്ച് നാൾ കൂടി കാത്തിരിക്കണമെന്നാണോ? അത് വേണ്ട സാറേ, അതിന് ഞാൻ ഇനി തയ്യാറല്ല. എൻ്റെ പൊന്നുമോള് അകത്ത് ജീവനോട് മല്ലടിച്ച് കിടക്കുകയാണ്. ഞാൻ അവളെ വിട്ട് എങ്ങോട്ടേക്കും പോകില്ല എന്നൊക്കെ സച്ചി പറയുമ്പോൾ, ഗൂഗിൾ ഇങ്ങോട്ട് വന്നാലുള്ള കാര്യം എന്താണെന്ന് തനിക്കറിയാമോ? എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, താൻ കുറച്ച് കാര്യം അറിയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാജീവ് സച്ചിയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. എന്നാൽ സച്ചി ഇപ്പോൾ രാജീവിനോട് ദേഷ്യപ്പെടുകയാണ്. താൻ എന്നോടൊന്നും പറയുകയും വേണ്ട, എനിക്കൊന്നും അറിയുകയും വേണ്ട. അർച്ചനയുടെ ഓർമ്മ തിരിച്ചു കിട്ടാനായി ഗൂഗിൾ ചികിത്സിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തായി? അയാളൊന്ന് അനങ്ങിയോ? ഒരു ഹോസ്പിറ്റലെങ്കിലും കൊണ്ടുപോയോ? എന്താ കാര്യം? അയാൾക്ക് അതിന് മനസ്സില്ല. സാറിനെ ഒന്നിനും നിർബന്ധിക്കേണ്ട, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുള്ളൂ. പോകുമ്പോൾ എൻ്റെ ഭാര്യയും കുഞ്ഞും എൻ്റെ കൂടെ ഉണ്ടാക്കും. ഈ ലോകത്തിൽ ഏത് കോണിൽ കൊണ്ടുപോയാലും ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും എൻ്റെ മോളെ ഞാൻ രക്ഷിച്ചിരിക്കും എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് രാജീവ് ചോദിക്കുന്നു, തൻ്റെ മോളോ? ഈ അകത്ത് വയ്യാതെ കിടക്കുന്ന ഗൗരിമോളാണോ തൻ്റെ മോള്? താനും ആ കുഞ്ഞുമായി യാതൊരു ബന്ധവുമില്ല എന്ന് രാജീവ് പറയുന്നു. സാർ അനാവശ്യം പറയരുത്. ഞാനും എൻ്റെ കുഞ്ഞുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് സച്ചി. നീ കേട്ടില്ല അയാൾ പറയുന്നത്? നീ എന്താ ഒന്നും പറയാത്തതെന്നൊക്കെ ഇങ്ങനെ അർച്ചനയുടെ അടുത്തേക്ക് ചെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അവരൊന്നും പറയില്ല, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് രാജീവ് പറയുന്നുണ്ട്. സത്യങ്ങൾ അവരെന്നെ അറിഞ്ഞു കഴിഞ്ഞു എന്ന് രാജീവ് പറയുമ്പോൾ, എന്ത് സത്യം? വെറുതെ കള്ളം പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട എന്ന് സച്ചിയും പറയുന്നു. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇവരോട് പറഞ്ഞതും ഇപ്പോൾ തന്നോട് പറയുന്നതും 100% സത്യമാണ്. അകത്ത് കിടക്കുന്ന ഗൗരിമോള് തൻ്റെ മോളല്ല, അത് ഗോകുലിൻ്റെയും ഇസബല്ലയുടെയും മകളാണെന്ന് രാജീവ്. ദേ, മര്യാദക്കേട് പറയരുത് എന്ന് സച്ചിയും പറയുന്നു. നിങ്ങളെന്താ ഇത്രയും നാളും എൻ്റെ ജീവിതം തകർത്തിട്ട് ഇനി എൻ്റെ ഭാര്യയും മകളിൽ നിന്നും എന്നെ അകറ്റാൻ നോക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ അതിനുവേണ്ടി പുതിയ കഥയുമായി ഇറങ്ങിയതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് സച്ചി. അർച്ചന എന്ന് വിളിച്ച് സച്ചി ഇപ്പോൾ അർച്ചനയുടെ പുറകെ പോകുന്നുണ്ട്. എന്നാൽ രാജീവ് ഇപ്പോൾ സച്ചിയെ തടയുന്നു. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. ഗൗരിമോള് നിൻ്റെയും അർച്ചനയുടെയും മകളല്ല. അവൾ ഗോകുലിൻ്റെയും ഇസബല്ലയുടെയും മകളാണ്. അന്ന് ഗോകുലിൻ്റെ കാറിൽ മുന്നിൽപ്പെട്ട് അർച്ചനയ്ക്ക് അപകടം സംഭവിക്കുന്ന സമയം അർച്ചനയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് എങ്ങോട്ടോ തെറിച്ചുപോയി. ബോധം കെട്ടിക്കിടന്ന അർച്ചനയെ മാത്രമാണ് ഗോകുൽ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സമ്മർദ്ദം മരിച്ചു. ബോധമില്ലാതെ കിടന്ന അർച്ചനയുടെ അരികിലേക്ക് ഗോകുലിൻ്റെ കുഞ്ഞിനെ ആരോ കൊണ്ട് കിടത്തി. അവൾ ഇത്രയും വർഷം അർച്ചന വളർത്തിയ കുഞ്ഞായി, അല്ലാതെ അവൾ അർച്ചന പ്രസവിച്ച മകളല്ല. ഇതൊക്കെ തെളിയിക്കാൻ നിന്നോട് വർത്തമാനം പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഒരു DNA ടെസ്റ്റ് നടത്തിയാൽ മാത്രം മതി, അതിൽ തെളിയും എല്ലാ സത്യവും എന്ന് രാജീവ് ഇങ്ങനെ പറയുന്നത് കേട്ട് സച്ചി പറഞ്ഞുകൊണ്ട്, ഞാൻ ഈ കള്ളം ഒന്നും വിശ്വസിക്കില്ല എന്ന്. നിങ്ങളെന്തായാലും എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും വിട്ടുതരുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. കോടതിയിൽ എൻ്റെ ഭാര്യയും കുഞ്ഞിനെ വിട്ടുകിട്ടാൻ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. നിയമത്തിലൂടെ ഞാൻ അവരെ നേടിയിരിക്കുമെന്ന് സച്ചി പറയുന്നു. ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട്, അവിടെ നീ തോക്കും. കോടതിയിൽ DNA ടെസ്റ്റിൽ അത് ഗോകുലിൻ്റെയും ഇസബല്ലയുടെയും കുഞ്ഞാണെന്ന് സംശയാതീതമായി തെളിയും. അതിലെനിക്ക് യാതൊരു സംശയമില്ല എന്ന് രാജീവ് പറയുന്നു. എടോ എന്ന് പറഞ്ഞ ഇപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ സച്ചി ഇപ്പോൾ രാജീവിനെ അടിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സച്ചി ഓരോന്നും പറഞ്ഞ് രാജീവിനോട് ബഹളം വെക്കുകയാണ്. ഇത് കേട്ട് സെക്യൂരിറ്റി എവിടേക്ക് വരുന്നുണ്ട്. സെക്യൂരിറ്റിയോട് ഇപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഇയാൾ പെർമിഷൻ ഇല്ലാതെ ICUവിൽ കയറി പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. ഇയാളെ പിടിച്ച് പുറത്താക്കുക എന്നൊക്കെ രാജീവ് സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സച്ചിയെ പിടിച്ച് പുറത്താക്കുകയാണ് സെക്യൂരിറ്റി. ഇതെല്ലാം കണ്ട് വളരെയധികം ടെൻഷനോടെ തന്നെ നിൽക്കുന്നുണ്ട് അർച്ചന. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ സാധിക്കും, പക്ഷേ ഞാൻ വീണ്ടും വരും. ഞാൻ എൻ്റെ മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. തൻ്റെ അളിയൻ വരും, ഇതൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. ഭാര്യയും കുഞ്ഞിനെ കൊണ്ടുപോകാൻ സച്ചി വന്നിരുന്നു എന്ന്. ഇത്രയും പറഞ്ഞ് സച്ചി ഇപ്പോൾ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇത് കണ്ട് വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നുണ്ട് അർച്ചന നിന്ന് കരയുകയാണ്. ഗോകുൽ വരുന്നതിന് മുമ്പ് അയാളെ പറഞ്ഞു വിടാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഐ ആം സോറി എന്ന് അർച്ചനയോട് രാജീവ് പറയുന്നു. എന്നാൽ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട് അർച്ചന. ശേഷം കമലയാണ് കാണിക്കുന്നത്. കമലയുടെ അരികിലേക്ക് അനഘ വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഗുളിക കഴിക്കാൻ അമ്മയോട് പറയുന്നുണ്ട്. കഴിച്ചില്ലെങ്കിൽ ഞാൻ ഏട്ടൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുമെന്ന് അനഘ പറയുമ്പോൾ ആ മരുന്ന് തട്ടിക്കളയുകയാണ് കമല. അങ്ങനെ ഇപ്പോൾ അനഘ സച്ചിയെ വിളിക്കുന്നു. സച്ചി അവിടേക്ക് ആരതിയും വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ വന്ന് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കണ്ടോ ചേച്ചി, സമയത്ത് മരുന്ന് കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഞാൻ മരുന്ന് കൊടുത്തിട്ട് ഇതൊക്കെ തട്ടിക്കളയുകയാണ് എന്നൊക്കെ അനഘ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആരതി ഓരോന്നും പറഞ്ഞ് കമലയെ മരുന്ന് കഴിപ്പിക്കുകയാണ്. സച്ചിയോട് അനഘ ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയിട്ട് ഗൗരിക്ക് എങ്ങനെയുണ്ട് എന്ന്. എന്നാൽ ആരതിയെ അങ്ങോട്ട് മാറ്റി നിർത്തി സംസാരിക്കാൻ തുടങ്ങുകയാണ് സച്ചി.
അവർ രണ്ടുപേരും അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുന്നു. ഇതെല്ലാം കമല ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ സച്ചി, എന്താ പ്രശ്നമെന്ന് ആരതി ചോദിക്കുമ്പോൾ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ആർക്കും ഒരു പ്രശ്നവുമില്ലാതെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവരെന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. സച്ചി എന്തൊക്കെയാണ് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആരതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ്. എൻ്റെ മോളെ കാണാൻ പോയതാണ് ഞാൻ. അവിടെ എന്താ സംഭവിച്ചതെന്ന് വക്കീലിന് അറിയാമോ? അവരെല്ലാം കൂടി എന്നെ ചീറ്റ് ചെയ്യുകയാണ്. ഇത് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ സച്ചി പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, എന്താ അവിടെ ഉണ്ടായതെന്ന് വ്യക്തമായി പറയാൻ പറയുന്നു. അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ സച്ചി ഇപ്പോൾ ആരതിയോട് പറയുകയാണ്. അങ്ങനെ ഗൗരി തൻ്റെ മകളല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ ആരതിയോട് പറഞ്ഞിരിക്കുകയാണ് സച്ചി. ഇത് കേട്ട് ആരതി ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ വക്കീൽ ഇത് കേട്ടിട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന്. അവർ ഇത്രയും വ്യക്തതയോടെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയാനാണ് എന്ന് ആരതി ചോദിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും പൊന്നുമോളാണ് അവൾ, ഗൗരിമോള്. അവളുടെ പേരിൽ അവകാശം പറയാൻ ഞാൻ സമ്മതിക്കില്ല. 10 വർഷം അവരെ രണ്ടുപേരെയും എന്നിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് അതെൻ്റെ മോളല്ല എന്ന് പറയാൻ അവർക്ക് എന്താണ് അവകാശം? ഇതൊക്കെ അവരുടെ കള്ളക്കളിയാണ്. എൻ്റെ അർച്ചനയും മോളെയും എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ എന്നൊക്കെ ഇപ്പോൾ സച്ചി ആരതിയോട് പറയുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.